ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു ബെൻസി സുനിൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ് ഗെയിം നമ്മൾ വന്നിരിക്കുകയാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള അറിയാലോ FC മൊബൈലാണ് ഗൈസ് നമ്മൾ കളിക്കാൻ. അപ്പോൾ ഗൈസ് വീഡിയോ ലൈക്ക് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനലൊക്കെ അടിച്ച് പൊളിച്ച് കളിക്ക് സബ്സ്ക്രൈബ് ചെയ്യാം. അറിയാലോ 2-3K സബ്സ്ക്രൈബേഴ്സ് ആണ്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് രാവിലെ തന്നെ എന്താണ് റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായി. റിയാക്ഷൻ വീഡിയോയിൽ എല്ലാവരും പറഞ്ഞു, എല്ലാവരും ഒന്നുമല്ല രണ്ട് പേര് പറഞ്ഞു FC മൊബൈലിലെ ഗെയിം പ്ലേ മതി. FC മൊബൈൽ ഗെയിം പ്ലേ ഇടാൻ ആണ് പറഞ്ഞേക്കണം. അപ്പോൾ ഗൈസ് ഇനി റിയാക്ഷൻ വീഡിയോ നിർത്തിയൊക്കെയാണ് സുഹൃത്തുക്കളെ. ഓക്കെ, നെറ്റോട്ട് കളിക്കാനായിട്ട് വിളിച്ചിട്ടുണ്ടല്ലോ ഫസ്റ്റ് തന്നെ. എൻ്റെ ആള് എൻ്റെ മോനെ വെയിറ്റ് ചെയ്ത് വെച്ചേക്കണോ? എടാ ഞാനിപ്പോൾ ഇല്ലടാ. ഇല്ല, സോറി റിയലി സോറി, ഞാൻ ഇപ്പം ഇല്ല. ഓക്കെ, അയ്യോ റിക്വസ്റ്റ് ആയിരുന്നോ? വേണ്ട റിക്വസ്റ്റ് വേണ്ട. അക്സെപ്റ്റ് ആഷ്വിൻ ഓക്കെ, അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്തത് എടാ ഒന്ന് വന്ന് കയറുമ്പോൾ തന്നെ എല്ലാവരും മാച്ച് റിക്വസ്റ്റ് ചോദിക്കണേടാ. സോറി ഗൈസ്, ഞാൻ ഇതൊന്നും കംപ്ലീറ്റ് ആക്കട്ടെ ഗൈസ്. അപ്പോൾ നമ്മൾ ഡെംബലേനെ കിട്ടിയാലുണ്ട് സുഹൃത്തുക്കളെ. ഫൈനലി നമ്മുടെ എൻഡിക്ക് സബ്സ്റ്റിറ്റ്യൂഷനായി കിടക്കുന്നുണ്ട്. ഡെംബലേനെ കയറ്റി ഗൈസ്, നമ്മളവനെ പൊക്കി ഗൈസ്. ഗെയിം പ്ലേ എന്താണ് ഗെയിം എന്തോ കളിച്ചപ്പോൾ ഗെയിം പ്ലേ എന്തോ പോയടാ, എന്തോ കോള് വന്നിട്ട് ഗെയിം പ്ലേ ഗെയിം പ്ലേ കട്ടായിട്ട് പിന്നെന്താണ് ഗാലറിയിലും കയറിയില്ല. ആൽബം ഫോട്ടോ ഇത് ഗാലറി എനിക്ക് വായിന്ന് കിട്ടുന്നില്ല കേട്ടോ, അതിൽ നിന്ന് കയറിയിട്ടുമില്ല. പിന്നെന്താണ് ആ വീഡിയോ എങ്ങോട്ടോ പോയടോ. ഞാൻ സ്ക്രീൻ റെക്കോർഡ് എടുത്താണല്ലോ ചെയ്യുന്നത്, അപ്പോൾ അത് പോയി. ഓക്കെ, ക്ലൈം എന്തോ പൊട്ട പ്ലേസാണ്, എന്താ മനസ്സിലാവും. ഓ സൗണ്ട് കൂട്ടിയില്ല, സോറി ഗൈസ്. ഓക്കെ, സൗണ്ട് ഒന്ന് സോറി, ഞാനിപ്പില്ല ഗൈസ്. ലിവർപൂൾ നമ്മൾ കളിച്ചില്ലല്ലോ. എടാ ഇതെന്താടാ എടാ റൗണ്ട് 1 ഫൈനലൊക്കെ എന്ത് പ്ലേയേഴ്സാടാ ഗൈസ്. എനിക്ക് ഒരു കാര്യം ചെയ്യാനുണ്ട്. ഇതിലല്ലേടാ നമുക്ക് നമ്മുടെ പ്ലേയേഴ്സിനെ വിറ്റ് ഇത് മേടിക്കാന്ന് പറയുന്നുണ്ട്. തന്നെയാടാ എടാ, നമുക്ക് പ്ലേയേഴ്സിനെ വിറ്റ് ഇത് മേടിക്കാടാ. നൈസാണത്. എനിക്ക് ഗൈസ് എല്ലാവരും പറയണ്ട ബ്രോ പാക്ക് ഓപ്പൺ ചെയ്യുന്നത് എന്ത് പാക്കാണ്, എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, ഓവിയർ കുറഞ്ഞ പ്ലേയേഴ്സാണ്, വാല്യൂ കുറവ്, വാല്യൂ കൂടുതൽ. ഓക്കെ, ഗൈസ് ഇത് നൈസാണ്. ടോട്ടൽ ഇത്ര 2000 കിട്ടൂടാ. ഇപ്പം ഞാനെന്തായാലും ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ ഇതെന്തോ കണ്ടല്ലോടാ, അത് എത്ര ഓവിയറാടാ, എത്ര ഓവിയർ വെച്ചാണ്? അങ്ങനെയൊന്നുമില്ലല്ലോ. 115 114 ഒക്കെ പ്ലെയറിനൊക്കെ എടുക്കുമല്ലോ. ഓക്കെ, നമ്മൾ കളിക്കാത്ത പ്ലെയേഴ്സിൻ്റെ ഒക്കെ എടുക്കുമെന്ന് തോന്നണം നമ്മൾ ലൈനപ്പ്. ഒരു മിനിറ്റ്, അതെ ഇതിലൊക്കെ ഉള്ള പ്ലെയേഴ്സ് അല്ലാണ്ട് അപ്പം നമ്മുടെ നെയ്മറിനെയൊക്കെ വിൽക്കാമല്ലോ. അത് കറക്റ്റാണല്ലോടാ. അതെന്താ അങ്ങനെ? എന്തെങ്കിലുമൊക്കെ കാരണം ഉണ്ടാവും ഗൈസ്, അല്ലാണ്ട് വെറുതെ ഉണ്ടാവില്ലല്ലോ. ഓക്കെ, നമുക്കിതാ ഇതൊന്ന് കളിച്ച് കഴിഞ്ഞാൽ ഗൈസ് റൗണ്ട് 1 ക്വാർട്ടർ ഫൈനൽ, സെമി ഫൈനൽ, ഫൈനൽ. ഇത് ഇവിടെ ഒറ്റയടിക്ക് തന്നെ കൊറേഷ്യ ഗൈസ്. ഇത് 4 PP അതേതോ പ്ലെയർ ആണല്ലോടാ. പോർച്ചുഗൽ താരം ഇല്ലേ? ഓക്കെ, അർജൻറ്റീന താരം, ഫ്രാൻസ് താരം, ജർമ്മനി താരം. ഓക്കെ, അപ്പോൾ നമുക്കിത് കളിക്കാട്ടോ. ഇന്നൊരു കിടില മാച്ചായിരിക്കും. ദൈവമേ ജയിച്ചാൽ മതിയായിരുന്നടാ. എനിക്ക് ജയിക്കണോടാ. ജയിച്ചാലല്ലേ നമ്മളുടെ ഇതൊക്കെ നമുക്ക്. എനിക്ക് ഈ പ്ലെയറിനോട് താല്പര്യമില്ല. പിന്നെ സ്റ്റാർ ഷാഡ് അതിന് വേണ്ടിയാണ് ഞാൻ ഈ കൂട്ടണത്. കുറേശ്ശെ ലുക്കാ മോഡ്രിച്ച് ഉണ്ടോ? ഫ്രാൻസാ, എംബാപ്പയ്ക്ക് ഉണ്ട് ഗൈസ്. എൻ്റെ മോനെ എങ്ങോട്ടാടാ ഗോൾ അടിക്കണം? അങ്ങോട്ടല്ലേ?
ഒരു ഗോള് നമുക്കുണ്ട്. സീല്ല. ഇത് 2018 വേൾഡ് കപ്പ് ആണെന്ന് തോന്നുന്നു. അതാന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. എടാ പുറകിലേക്ക് പാസ് ഇടാം കിഴങ്ങന്മാരെ. ലൂക്ക മോഡ്രിച്ച്. മോഡ്രിച്ച് എന്താണ് സ്ട്രൈക്കർ ഒക്കെ. പിന്നല്ലാണ്ട് ഓക്കെ 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 കയറി 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 വേറെ. ഓക്കെ 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 ഓക്കെ. ബൊമ്മാലേ റിയാക്ഷൻ വീഡിയോ നമ്മൾ നിർത്തി കേട്ടോ. അത്രേ ഉള്ളൂ. മാറങ്ങട്ട് ബൊമ്മാലേ ബൊമ്മാലേ ഓട്ടോ. എടാ ബൊമ്മലേ ഓക്കെ ഓക്കെ നൈസ് 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 നൈസ്. കുഴപ്പമില്ല. ഓട്ടോ എന്താണത്? ഇനിയിപ്പം എന്ത് ചെയ്യാനാ? എടാ ഡിഫൻഡേഴ്സും ഇങ്ങോട്ട് പോയി കിടക്കണേ. എടാ വന്ന് ബോൾ ഇടുക നോക്കടോ. കയ്യും കൊണ്ട് എടുക്കല്ലോട്ടോ ഇനി ബോള്. എടാ ഫൗളാ. മാറങ്ങോട്ട്. എംബാപ്പ വന്നേക്കണ്. ഏയ്യോ എടാ ബൊമ്മലേ അണ്ണം വന്ന് കളത്തിലേക്ക് അണ്ണം കയറി. അണ്ണൻ്റെ മോനെ അണ്ണനെ അടിച്ചടാ. മോഡ്രിച്ച് കിണ്ണം കാച്ചി ഗോള്. അണ്ണനെ അടിച്ച്. അണ്ണൻ്റെ അടുത്ത കളി അല്ലേ? കൊറേഷ്യയിൽ അണ്ണൻ്റെ അടുത്ത കളി. അണ്ണൻ ഇറങ്ങിയ വരവ്, അണ്ണൻ്റെ ആ ഒരു വരവ് അതന്നെ നൈസ്. അണ്ണൻ സ്റ്റിൽ അണ്ണൻ എടാ മാറ മുന്നിന്ന് ടീമേറ്റ് തന്നെ എന്താണത്? ആ മുന്നിൽ വന്ന് അലമ്പുണ്ടാക്കിടാ. ഞാനേ വെറുതെ ഇട്ട് കൊടുത്തടാം. കാലുകൊണ്ട് അടക്കുണ്ട, ഞാൻ ശ്രദ്ധിച്ചില്ല. നമ്മടാ കുഴപ്പമില്ല. ബോളിട്. എന്ത് ഫൗളും ഇത് ഫൗളല്ല. ഇതൊക്കെ നേരത്തെ ഇത് ഇത്ര നേരം റഫർക്ക് എന്താ ആലോചിക്കാൻ. ഞങ്ങളുടെ കയ്യിൽ ബോള് കിട്ടിയപ്പോഴാണ് പുള്ളിക്കാരൻ ഫൗളെന്നും പറഞ്ഞ് വിളിച്ചത്. എന്താണ് FC-ലെ റഫർ കള്ളന്മാരുണ്ടോ? അണ്ണനൊരു അസിസ്റ്റും കൊടുത്ത കിട്ടില്ല. അസിസ്റ്റ് ഇട്ടാ എൻ്റെ മോനെ സീനായിരുന്നു. ഒരു സബ്ബുമില്ല, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ. അണ്ണൻ സ്റ്റിൽ അണ്ണൻ തമ്പി അണ്ണൻ അസിസ്റ്റ്. ഗൈസ് ആരോ പറഞ്ഞു എൻ്റെ ടീം കേരള ബ്ലാസ്റ്റേഴ്സ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട് കമൻറ്റിലും. നമുക്ക് നോക്കട്ടെ. ഞാൻ മറന്നു പോയടാ ടീം ഏത് കൺട്രി ഏത് കേരള ബ്ലാസ്റ്റേഴ്സ് ആക്കണമെന്നുള്ളത്. ഞാൻ എങ്ങനെയൊക്കെ പോർച്ചുഗലാക്കിയത് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നോ? എന്തൊക്കെയോ കാണിച്ചാണ് ഞാൻ ആക്കിയത്. ഞാൻ മറന്നുപോയി പോർച്ചുഗൽ. ഇപ്പം ടീം നമ്മുടെ മാറ്റണ്ടേ? ടീമിൻ്റെ കൺട്രി ഒക്കെ മാറ്റണ്ടേടാ. അവിടെ പിടിയടാ. എടാ കൊറേഷ്യായിട്ട് 2018 വേൾഡ് കപ്പിൽ 4-1 ഫ്രാൻസ് ജയിച്ചായിരുന്നു. ഇത് നേരെ തിരിഞ്ഞട്ടാ. ഇത് 5-1 ആവോ? ഇല്ല 4-1 തന്നെ ആയിക്കഴിഞ്ഞ മോനെ സീനട്ടാ. എടാ 5-1 ഞാൻ മലപ്പുറം അടിക്കാത്തതാ ഗൈസ്. ആ 4-1 പോലെ ആവാൻ വേണ്ടിയാണ്. ടൈം വേസ്റ്റിംഗ് കളിക്കാം.
കണ്ടാ നമ്മുടെ ബുദ്ധി എങ്ങനെ ഉണ്ട് ഗൈസ്? വെറൈറ്റിയല്ലേ? വേൾഡ് കപ്പ് അടിച്ച് 2018 വേൾഡ് കപ്പ് പോലെ കൊള്ളായിരുന്നു കേട്ടോ. നമുക്ക് അപ്പോഴാണ് കിട്ടിയാൽ മതിയായിരുന്നു. ഓക്കെ, വിറ്റിട്ട് സ്റ്റാർ ഷാഡ് അല്ല എന്തായിരുന്നു സ്റ്റാർ ഷാറ്റ്സാ ആ സാധനം, അതെന്തെങ്കിലും. ഓക്കെ, പ്ലെയറിനെ കിട്ടിയിട്ടുണ്ട് 119 പ്ലെയറിൻ്റെ OVR. അതിന് ക്വാർട്ടർ ഉണ്ട്, സെമി ഉണ്ട്. ആ ക്വാർട്ടറല്ല, നിങ്ങൾ ഉദ്ദേശിച്ച ക്വാർട്ടറല്ല, ക്വാർട്ടർ ഫൈനൽസ്, സോറി, ക്വാർട്ടർ ഫൈനൽസ് ഉണ്ടോ ഗൈസ്? നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കില്ലേ? ആ പ്ലെയർ ഇല്ലടാ, പ്ലെയർ ഇല്ല, ഇവിടെ കാണുന്നില്ല. 119 ആ പ്ലെയർ. വല്ല സബ്ബായിട്ടാ വല്ല കിടക്കണ്ടാവും. ഇല്ലല്ല, ഓട്ടോ ബിൽഡ് ആ കയറിയ, ആ പ്ലെയർ കയറിയ, ഇല്ല സബ്ബാ, സബ് ഇല്ലല്ലാടാ. വലിയ വ്യത്യാസം? 120 OVR. എന്താടാ അവിടെ എൻട്രിക്കിന് ആരെങ്കിലും ഒക്കെ അവിടെ വെക്കൂ. ഇതെന്തൊക്കെയാടാ? ഇതാണ് എനിക്കിഷ്ടപ്പെട്ടത്. ഡംബില് കയറി ആ കയറി ഇതാണുള്ള. പിന്നെന്താ, എൻ്റെ റീൽ അടിച്ചു പോയി ഗൈസ്. നമ്മൾ ഇപ്പം എടാ നമ്മള് പ്ലെയർ എന്തേ എടാ ഇവനെയൊക്കെ റാങ്കപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതാണ് ഇവനെ റാങ്കപ്പ് ചെയ്യാൻ പറ്റും, ഇവന്മാരെ റാങ്കപ്പ് ചെയ്യാൻ പറ്റൂല, അതാ പ്രശ്നം. ഇവനെ എനിക്ക് റാങ്കപ്പ് ചെയ്യണോടാ, ചെയ്യണം റാങ്കപ്പ് ചെയ്യണം. എനിക്ക് മറ്റേ ഇതിൽ നിന്നില്ലടാ, എനിക്കൊരു പ്ലെയറിനെ മേടിക്കണം. കുറേ നാളത്തെ ഒരു ആഗ്രഹമാണ്. എൻ്റെ പൊന്നോ, ഏത് കാലത്ത് കിട്ടാനാണ് നോക്കട്ടെ. റാങ്കപ്പാണോ? റാങ്കപ്പാണെങ്കിൽ ഞാൻ പേടിക്കൂല, പിന്നെ എന്ത് ചെയ്യാനാണ് അത്രയുള്ള പ്ലെയറിനൊക്കെ. ഗോൾ കീപ്പർ എന്തായാലും മേടിക്കാൻ ഒട്ടും താല്പര്യമില്ല. ബുഫോൺ അവിടെ നിന്നോളും, ബുഫോൺ അറിയാലോ. പക്ഷെ 120 ആണ് പ്ലെയർ. റാങ്കപ്പ് ചെയ്ത് കയറ്റ സ്ട്രൈക്കറാണല്ലോടാ. സ്ട്രൈക്കറാണെങ്കിൽ ഇത് ഇവിടെ ഡംബലൊക്കെ ഉണ്ട്, അതൊരു വിഷയമാണ്. 122 ഡംബലാണ്. അപ്പം ഞാൻ 123 OVR ആക്കണം ഞാനപ്പോൾ ആ പ്ലെയറിന്, അല്ലെങ്കിൽ അതിക്കും മേലെ പോകേണ്ടി വരും. ഡംബലൊക്കെ റാങ്കപ്പ് ഫുള്ളല്ലേ, അങ്ങനെ എന്തോ അല്ലേ. അല്ലെങ്കിൽ അതിക്കും നല്ല പ്ലെയർ നമ്മൾ ഇന്നലത്തെ അല്ലല്ലോടാ, പിന്നെ ഞാൻ തത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കഷൻ ചെയ്തതാണ്. എത്ര 13,000? എൻ്റെ അടുത്ത് 10,000 ഉണ്ട് ഗൈസ്. ഓക്കെ, സെറ്റ്. ഓക്കെ, 13,000 വേണോ ഇനിയും? 120 അതൊരു കുറഞ്ഞതും അല്ല. എനിക്ക് ആ പ്ലെയറുടെ പേരൊന്നും അറിയില്ല കേട്ടോ. റഷ്, ഇതേ ഇപ്പോൾ ഇതേ കേൾക്കണം, റഷ് എന്നാണ് പേര്. എനിക്ക് അത്രക്ക് വലിയ എൻ്റെ കളിയൊന്നും എനിക്കറിയില്ല. ബെക്കാമിനൊക്കെ എന്ത് വിലയുടെ? മാൽഡീനി, കഫു എന്ത് വിലയുടെ? റൊണാൾഡീനോ പിന്നെ നോക്കണ്ട, ഞാനത് എടുക്കുന്നില്ല. എന്ത് വിലയാണ്, ചുട്ട വിലയുള്ള. ഒരു ചമ്മാലി 18,000 കൊടുത്തതേ. 120 ജോനോ നേവിഷ്. ഓ 12,000 ഉള്ളൂ. അത് കൊള്ളാം. ഇത് ഇവനാ നമുക്ക് എന്തിലോ ഞെക്കോലോടാ, ഇങ്ങനെ ഇല്ലടാ, എന്തോ ഇതിലാക്കി വെക്കൂലേ. അയ്യോ മറന്നുപോയി ഗൈസ്, മറവിരോഗം തന്നെ. എടാ ഇവിടെ മറ്റേ വാച്ച് ലിസ്റ്റാ, അതിലൊരു വെക്കൂല ഇവനാ. ആ ഇതിൽ എൻ്റെ പൊന്നോ വാച്ച് പ്ലെയർ മനുഷ്യനത് തപ്പിക്കൊണ്ടിരിക്കരുത്. 13,000 ഇതേ വേറെ ഉണ്ട്, പക്ഷേ 13,000 വേറൊരെണ്ണം ഉണ്ട്, 14,000 ഉണ്ട്.
3000 താഴെ ഇത് 12,000 ഇവനെ കിട്ടണത്. അതെങ്കിട്ട് ഇതേ ഇരിക്കണം വേറെ ഇവനാ. പാൽമർ ഉണ്ട് 17,000. ഓക്കെ. ഓ എംബാപ്പയൊക്കെ 57 ഡമ്പല്. അയ്യോ ഇവിടെ ഉണ്ട്, പക്ഷെ റാങ്കപ്പെടല്ലടാ. മറ്റേ 122 ഇത് ലോസിൽ ഇതൊക്കെ റാങ്കപ്പാണോ? റാങ്കപ്പെടല്ലേ ഇവന്മാർ, റാങ്കപ്പെടല്ല. റൊമേറോ, ഓ മാർട്ടീനസ് കിട്ടോട്ടാ. ഓക്കെ ഇവനെ വച്ചിട്ടുണ്ട് 17,000 21,000. ഓക്കെ അപ്പോൾ ഗൈസ് ഇവിടുത്തെ മാച്ച് എന്തോ കളിക്കാനുണ്ടല്ലോ, ഇതൊന്ന് കളിക്കാം ജസ്റ്റ്. ഇതൊക്കെ ഒന്ന് ഇത് 114 പ്ലേയേഴ്സൊക്കെ ഉള്ളൂ ഗൈസ്. എടാ 14 കാണിച്ചിട്ട് ഇതിലെന്താടാ? എടാ അതെന്താണ് ഇതിൽ കാണിക്കണത്? ഇതിൽ 114 കാണിക്കും, നമുക്ക് കിട്ടണം 119 പ്ലെയർ ആണല്ലോ. എന്താടാ അങ്ങനെ? എന്താ പക്ഷെ എനിക്കവിടെ കാണുന്നില്ല. സ്റ്റോറല്ല, എക്സ്ചേഞ്ച് എന്തോ അല്ലേ, ഹോമൊക്കെ. എക്സ്ചേഞ്ചിൽ റാങ്കപ്പിൽ എന്തോ റാങ്കപ്പ് കിട്ടാനായിട്ട് ചെയ്യില്ലേ. 10 എൻ്റെ പൊന്നു ഗൈസ്, 10 വേണം 100 റാങ്കപ്പിന് വേണ്ടി. വല്ലാത്ത നഷ്ടം. വാ മൈ പ്ലേയേഴ്സ്. ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടടാ മൈ പ്ലേയേഴ്സിൽ. ഓ ഇതാ ഒരുത്തനും ഇവിടെ വിളിച്ചു കിടക്കണം. ഉമ്മാരൊക്കെ വിൽക്കാടാ. ഗൈസ് ഞാനിവിടെ വിൽക്കൂല, അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ബെല്ലിംഗത്തിന് ഞാൻ വേണമെങ്കിൽ വിൽക്കും, ചിലപ്പോൾ വിൽക്കും. വിൽക്കണോ വേണ്ടത് നല്ല സംശയമുണ്ട് ഗൈസ്. ഇവനെ വിറ്റ് കഴിഞ്ഞാൽ 2,100 കിട്ടും. 2,250 ആവും. പക്ഷെ 2,100 നല്ലത്. അങ്ങോട്ട് എംബാപ്പ എവിടെ ഇക്കട്ടെ? എംബാപ്പയും ബെല്ലിംഗ് ഒരുമിച്ച് ചെയ്തായിരുന്നു. അവിടെ ഇക്കട്ടെ. 13,000 ഗൈസ് നമ്മൾ വെച്ച പ്ലെയർ. എടാ 13,685 ഗൈസ്. എടാ 12,000 ഒരുത്തന്നെ മേടിക്കാ. ജോണേവിഷിനെ മേടിക്കാൻ പറ്റുമോട്ടാ? ആണെങ്കിൽ അവനെ എടുക്കാൻ വേണമെങ്കിൽ. പക്ഷേ ഞാൻ കുറേ നോക്കി വെച്ചിട്ടുണ്ടായി അല്ലേ. പക്ഷേ ഞാൻ കുറേ വേണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായി. CM ഒരു മിനിറ്റടാ. സെൻട്രൽ മിഡ് ആരാ? ഇവനുണ്ടല്ലോടാ, പിന്നെന്താ ഉള്ളേ? അത് കറക്റ്റാണല്ലോ. സെൻട്രൽ ബാക്കാണ് നമുക്കിനി വേണ്ടത്. സെൻട്രൽ ബാക്കല്ലേ, സെൻട്രൽ ബാക്കും ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കും. സെൻട്രൽ ബാക്ക് എന്തൊക്കെയാണ് എനിക്ക് എന്തൊക്കെയോ പറ്റിട്ടോ. ഓക്കെ 3 സെൻട്രൽ ബാക്ക് പ്ലേയേഴ്സ്. ഇവർ കറക്റ്റ് 3 സെൻട്രൽ ബാക്കാണ്. ഇവിടെ ഇരിക്കണ ഈ അറ്റത്തെ ഇത് വെവ്വേറെടാ. ഓക്കെ മനസ്സിലായോ? എടാ അപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെക്കാമല്ലോ. ഇത് സെൻട്രൽ ബാക്കല്ലേ. ഓക്കെ അപ്പം നമുക്കൊരു ലെഫ്റ്റ് ബാക്ക് അല്ലെങ്കിൽ സെൻട്രൽ ബാക്കൊക്കെ നോക്കിയാൽ മതി. സെൻട്രൽ ബാക്കും ലെഫ്റ്റ് ബാക്കും റൈറ്റ് ബാക്കൊക്കെ നോക്കിയാൽ മതി. ഓക്കെ അപ്പോൾ നമുക്ക് അവിടെ അങ്ങനത്തെ പ്ലേയേഴ്സ് നോക്കാം കേട്ടോ. ഇതിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റൂലടാ. പൊസിഷൻ ഡിഫൻസ്. ഓക്കെ സെൻട്രൽ ബാക്ക് അല്ലടാ. ഇത് മതി. ഏതെങ്കിലും ഒരു പ്ലെയർ മതി. ഓക്കെ ഏടാ 8,000 കിടക്കണ്. പക്ഷെ 119
റാങ്കപ്പ് ഇത് കയറ്റാവുന്നുള്ളൂ, പക്ഷെ എങ്ങനെ മേടിച്ചിട്ട് കാര്യമില്ലടാ. എന്താ പ്രശ്നം? എടാ ഈ പ്ലെയർ തന്നെയല്ലേടാ ഇതും. റോബോട്ടോ കാർലോസ് 119 2000 3000 13000 ഒരു 12000 താടാ. 12000 എങ്കിലും ആ നല്ല OVR വേണം, അല്ലാണ്ട് 500-600 രൂപയ്ക്ക് ഇവിടെയൊക്കെ കിട്ടണം. ഇവിടെയൊക്കെ കിടക്കണം. വലിയ വിലക്കുറവുണ്ടാവാനാ ചാൻസ് ഇല്ല. ഏറ്റവും പുറകെ നിൽക്കണവന്മാരില്ലേ. എടാ 120 എന്താ ഓ പിന്നെ കുറഞ്ഞു തന്നെയാടാ. 120 ആരുമില്ല ഉണ്ട്, പക്ഷെ വില കൂടുതലാ. 12,000-ന് 120 എന്ന് വെച്ചാൽ ഭയങ്കര കഷ്ടം. ഒരു 14,950 ഉണ്ടെങ്കിൽ നൈസാവും. 14 അല്ലാണ്ട് 120 വേറെ ഒന്നുമില്ല. വില കൂടും. വില കുറവാണ്, 120 ഓക്കെ. ഇതേതാ പ്ലെയർ? ഗവിറഡിയോൾ എന്തോ പേരാണ് കേസ്, എനിക്ക് വായിക്കാൻ കിട്ടുന്നില്ല. 6000-ന് ദേ കിടക്കണം ഒരെണ്ണം. റാങ്കപ്പല്ല, പക്ഷെ റാങ്കപ്പ് ഇപ്പം നമുക്ക് അത്രയും അല്ലെങ്കിൽ ഒരു റാങ്കപ്പ് നമുക്ക് കുറഞ്ഞു കിട്ടും. അതാണ് ഞാൻ നോക്കണേ. അപ്പോൾ ഗൈസ് ഇവൻ മാറും, മനസ്സിലായോ? ഇവൻ കുറേ നാളായിടാ ഇവിടെ. ഞാൻ റാങ്കപ്പ് ഒന്നും ചെയ്തില്ല. ആകെ 2 റാങ്കപ്പ് എന്തോ ചെയ്തിട്ടുണ്ട് നേരത്തെ. സത്യം പറഞ്ഞാൽ എനിക്ക് റാങ്കപ്പ് ചെയ്ത് കയറ്റും, പക്ഷേ ഒന്ന് 14,000 ഇല്ലടാ. ഒരു മിനിറ്റ് കേട്ടോ ഗൈസ്. അല്ലെങ്കിൽ നമുക്കൊരു സെൻറ്റർ ബാക്ക് നോക്കിയാലോ? സെൻറ്റർ ബാക്ക് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതാ ഇവൻ്റെ പകരം വെക്കാം. സെൻറ്റർ ബാക്ക് അല്ലെങ്കിൽ സെൻറ്റർ ബാക്ക് നോക്കട്ടെ കേട്ടോ. ഒരു മിനിറ്റ്. അത് ഇങ്ങോട്ട് നമ്മൾ പെട്ടെന്ന് നോക്കാം. അത് ഇങ്ങോട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ട് നമുക്ക് കളിക്കാം. ഓക്കെ. സെൻറ്റർ ബാക്ക് എവിടെ? പൊസിഷൻ ഇനിയല്ല. പൊസിഷൻ സെൻറ്റർ ബാക്ക് ഇവിടെ. എൻ്റെ മോനെ വന്നാ ലിയോ ഗൈസ്, എൻ്റെ കൂട്ടുകാരൻ. എടാ ഇതെന്ത് ചുട്ട വിലയടാ. ഓ 12,000-ത്തിനടാ 120 സെൻറ്റർ ബാക്ക് സിങ്കോ. അതിക്കും കുറവിന് കിട്ടുമോ? 12,000 ഉള്ളൂ, 120 OVR. അത് നല്ല ലാഭം കേട്ടാ ഗൈസ്. അത്യാവശ്യം എനിക്ക് പറ്റിയ തന്നെ ഒരാളെ തന്നെ കിട്ടും കേട്ടാ ഗൈസ്. മേടിക്കാം പോണേ. 75 കിലോ എന്നൊക്കെ എഴുതിയിട്ട് 79. 3, 2, 1 ഗോ. കൊടുത്തു ഫൈനലി സുഹൃത്തുക്കളെ. പ്ലെയറിനത് സൈൻ യുവർ സ്റ്റാർ ടാസ്ക് കംപ്ലീറ്റ്. വെൽക്കം ടു പോർച്ചുഗൽ ടീം. ഓ വേറെ കൂടിയാൽ മതി, എനിക്കത്രേ ഉള്ളൂ. ഓട്ടോപ്പിൽ വന്നിട്ടുണ്ടാവും, അത്രേ ഉള്ളൂ. ഓ വേറെ കൂടിയില്ല, കുഴപ്പമില്ല. 120 ഒരാളെ കിട്ടി. സമാധാനമായി ഗൈസ്, ഒരു സമാധാനം. റാങ്കപ്പ് ചെയ്ത് തരാം അല്ലേ, വെറുതെ എന്തിനാ. ഇപ്പോൾ വന്ന ആളിനെ തന്നെ നമുക്ക് റാങ്കപ്പ് ചെയ്തൊക്കെ അങ്ങോട്ട് വെക്കാം ഒരു സമാധാനത്തിന്. സ്കിൽ പോയിന്റ് നമുക്ക് പിന്നെ നോക്കണം. ഓ ഗൈസ്, അങ്ങനെ ഇനി ഫൈനലി 3 പ്ലെയറും കൂടിയുള്ളൂ. എനിക്ക് ആ 3 പ്ലെയറും 120 ആക്കണം. ഡീപ്പോളൊക്കെ എന്താണ് വേറെ 120 ആൾക്കാരുടെ നടുക്കാണ് ഡീപ്പോള്. അങ്ങേരിപ്പോഴും മാറിയിട്ടില്ല. അങ്ങനെ ഇനി റാങ്കപ്പ് ചെയ്യുന്നില്ല. പിന്നെ ഞാൻ പൈസ കൂട്ടി വെച്ച് വേറെ പ്ലെയറിനെ മേടിക്കാൻ പോകണം. ഗൈസിൻ്റെ ഡയമണ്ട് എത്രയാണ്? എൻ്റെ ഡയമണ്ട് 13,000 ഉണ്ട്. നമുക്ക് പ്ലെയർ മേടിക്കാൻ വല്ലതും ഉണ്ടോ? 15,000 വേണം ഗൈസ്. എടാ
സെൻറ്റർ ബാക്ക് റൈറ്റ് വിങ് അല്ല റൈറ്റ് വിങ്ങും സെൻറ്റർ മിഡും കിട്ടും. ഓക്കെ, നമുക്കൊരു ലെഫ്റ്റ് ബാക്കോ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. എനിക്ക് വേണ്ടത് സെൻറ്റർ മിഡും എന്താണ് RWB അതെന്താണത്? സെൻറ്റർ അല്ല ലെഫ്റ്റ് എനിക്കറിയില്ല എന്താ. ലെഫ്റ്റ് വിങ് ലെഫ്റ്റ് വിങ് ബാക്ക്, റൈറ്റ് വിങ് ബാക്ക്. അതല്ലെങ്കിൽ ലെഫ്റ്റ് ബാക്ക് അല്ലെങ്കിൽ റൈറ്റ് ബാക്ക് ആയാലും മതി. നമുക്ക് അങ്ങനെയുള്ള ലെഫ്റ്റ് ബാക്ക്, റൈറ്റ് ബാക്ക്, സെൻറ്റർ മിഡും ഇതിലേതെങ്കിലും ഒരെണ്ണത്തിനെ കിട്ടിയാൽ മതി. പക്ഷേ ഡയമണ്ട് ഇല്ലവിടെ. 10,000 വേണം. ഇതിലെങ്കിലും 600 ഡയമണ്ട്. 6000 സോറി. കൊള്ളാം 13,000 തന്നെയാണല്ലോ. കുഴപ്പമില്ല, നമുക്ക് കൂട്ടി വെക്കാം ഗൈസ്. ഇനി 100 ഡയമണ്ട് ഇതിൽ നിന്ന് കിട്ടും. പക്ഷെ എന്നാലും ഇന്നാവൂലടാ. കുഴപ്പമില്ല, നമുക്ക് വേറെ എന്തിനെങ്കിലും ഒരു ഡയമണ്ട് എന്തെങ്കിലും വേണോടാ. ഡയമണ്ട് നേരത്തെ നമുക്ക് 20 വെച്ച് കിട്ടാണ്ടായിരുന്നല്ലോ നേരത്തേക്ക്. അതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആക്കിയോണ്ടേ അപ്പോൾ അതൊന്നും കിട്ടുന്നില്ല. ഞാൻ അതാടി തപ്പിക്കൊണ്ടിരിക്കണം. ഇതൊക്കെ കംപ്ലീറ്റ് അല്ലേ? ലിവർപൂൾ കംപ്ലീറ്റ് ആണോ? കംപ്ലീറ്റാ. ജേഴ്സി കിട്ടി ഒക്കെ കിട്ടി. അവിടെ വേറെ എന്തെങ്കിലും ടാസ്ക് ആണ്. ഡയമണ്ട് 20 വെച്ചെങ്കിലും ഒന്ന് കിട്ടണത്. പിന്നെ എങ്ങനെ നല്ല ഗെയിം ചേഞ്ചറിൽ എന്താടാ? പ്ലെയറാണോ? സ്റ്റാർട്ട് വാമപ്പ്, സ്റ്റാർട്ട് ക്യുസ്. ഡയമണ്ട് 100 കിട്ടുള്ളൂ ലക്കിന്. ഓക്കെ, ഇതൊന്നും ഇതൊന്നും വലിയ മെച്ചൂല ഗൈസ്. കളിച്ചിട്ട് വലിയ കാര്യമില്ല. നല്ല പ്ലെയേഴ്സ് അല്ല, അറിയാലോ. ഇതും കഴിഞ്ഞു. ഇനി ഇത് വേണ്ട. എൻ്റെ പൊന്നോ, മതിയും കൊതിയും കിട്ടും. മാറങ്ങട്ട്. അപ്പം ഇത് ഫുട്ബോൾ സെൻറ്റർ ബ്രസീലിൻ്റെ എന്തെങ്കിലും ആവട്ടെ ഗൈസ്. ഇപ്പോൾ നമുക്ക് സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒപ്പം നമുക്ക് കളിക്കണ്ടേ? നിങ്ങൾ ഏറ്റവും പേരും കുറേ ആൾക്കാർ അതിനു വേണ്ടിയായിരിക്കും കണ്ടുകൊണ്ടിരിക്കണത്. നമുക്ക് എന്തായാലും മാച്ച് കളിക്കാം. ബാബാ, ഐ ആം ഓൾറെഡി റെഡി. വേണ്ട. നമുക്ക് ലിയോനെ വിളിക്കാം, എൻ്റെ കൂട്ടുകാരനെ വിളിക്കാനല്ല കളിക്കാം. ലിയോ ഇതെൻ്റെ കൂട്ടുകാരൻ തന്നെയാണോ? 122 അല്ലല്ലോ അവൻ്റെ OVR. എടാ കുറേ പേരുണ്ട് റോളിൽ. കുറേ പേര് ഇന്ന മാച്ചാണ് കേട്ടോ. എങ്ങോട്ടാ പോണ ചങ്ങാതി? 5 പേരെ വിളിക്കാൻ പറ്റുമോ ഗൈസ്? എടാ ഓക്കെ, നമ്മളെന്താന്ന് അറിയാമോ? നമ്മുടെ ഡയമണ്ട് സത്യം പറഞ്ഞാൽ ഗൈസ് ഇവിടെ മഴയുണ്ട്. ഞാൻ ഇതുവരെ ഫോൺ വെച്ചിട്ടൊന്നും അറിയുന്നില്ല. ലിയോ വന്നിട്ടുണ്ട്. ഐ ആം ഓൾറെഡി റെഡി ഗൈസ്. ഇവിടെ മഴയാണ്. ഞാനിവിടെ ഹെഡ്ഫോൺ വെച്ചിരിക്കുക. എനിക്ക് ശബ്ദം കേൾക്കണ്ടേ? ഞാനിപ്പോൾ ഹെഡ്ഫോൺ ജസ്റ്റ് ഒന്ന് മാറ്റിയപ്പോൾ മഴയുടെ ശബ്ദം കണ്ടു. നിങ്ങൾക്കിപ്പോൾ കേൾക്കാൻ പറ്റുള്ളൂ. ഞാനിവിടെ മൈക്ക് ഓൺ ചെയ്തേക്കണേല്ലേ, അതുകൊണ്ട് ശബ്ദം കേൾക്കുമല്ലോ. ഓക്കെ, വാടാ മോനെ, നമ്മുടെ പുതിയ പ്ലെയറുണ്ട് മോനെ. നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താലാ? ബാ എന്തെങ്കിലുമൊക്കെ ഫണ്ണിത്തരം കാണിക്കണ്ടേ? മാറങ്ങാട്ട്. തമ്പി കീഴേ ഇറങ്ങപ്പാ. എങ്ങനെയുണ്ട് ഗൈസ് ബുദ്ധി? ഞാൻ ജസ്റ്റ് ട്രൈ അടിച്ചു നോക്കുക. അവിടെ വല്ല എന്താണെന്ന് അറിയാൻ വേണ്ടി ഗൈസ്, ഒരു ക്യൂരിയോസിറ്റി. Wow! ഡംബലി. എടാ
പൊട്ടത്തരം കാണിക്കണം. പൊട്ടനാണത്. പൊട്ടനായിട്ട് അഭിനയിക്കണേനോ? ഏയ് പൊട്ടൻ, സമയം വേസ്റ്റ് ആക്കല്ലടാ പൊട്ട. നീ എന്ത് പൊട്ടനാടാ പൊട്ട? ജസ്റ്റടാ ജസ്റ്റ്. ലെറ്റ്സ് ഗോ. എടാ അവൻ അഞ്ചാമത്തെ അടിച്ചടാ. ബാഡാ അയ്യേ, ഇതെന്താണിത് പാസിങ്? എടാ തോറ്റടാ മോനെ. നമ്മളൊരു ഗോൾ അവന് കൊടുത്തു ഗൈസ്. നമ്മളൊരു ഗോള് ചെക്കന് കൊടുത്തായിരുന്നു, അതുകൊണ്ടാണ്. ലിയോ അപ്പം നൈസ് പ്ലേ. 1 മോർ മാച്ച് ഞാൻ ഇല്ല, സോറി. അപ്പോൾ ഫസ്റ്റ് അറ്റാക്കിൽ ലിയോ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആക്കണം കണത്തിന്. ലിയോ കംപ്ലീറ്റ് ആവണ്ട. ലിയോ അല്ലാണ്ട് നമുക്ക് ഇവരെ ഓക്കെ. ആരെങ്കിലും പഴയ പറഞ്ഞേക്ക, ആരെങ്കിലും വന്നോ? ആരാണ് ആ ഭാഗ്യവാൻ? കാത്തിരുന്ന് കാണാം, കൊടീശ്വരനാവാം. ഒരു ഭാഗ്യവാൻ വന്നിട്ടുണ്ട്. നിങ്ങൾക്കും ആകാം കൊടീശ്വരൻ. അതാരാണോ ക്യാപ്റ്റൻ? മുഖം ഞാൻ എവിടെയോ കണ്ട പോലെ. ക്യാപ്റ്റൻ വേൾഡ് ക്ലാസ്സാണ് മോനെ. നമ്മൾ വേൾഡ് ഒന്നുമല്ല, നമ്മൾ കേരളം ഒക്കെയാണ് ഗൈസ്. പിന്നെ നിങ്ങൾ ഏത് സ്റ്റേറ്റിൽ നിന്നാണ്? കേരളമാണ്. ഏത് ജില്ല മീൻസ് കണ്ണൂർ, കാസർഗോഡ്, അങ്ങനെ ഏതാണെന്ന് കമൻറ്റ് കേട്ടോ, നമുക്കറിയാം. എൻ്റെ ഫാൻസ് എന്നല്ല, സോറി, സബ്സ്ക്രൈബേഴ്സൊക്കെ എവിടെയാണെന്ന് നോക്കാം. ജസ്റ്റ് ഒക്കെ ഒന്ന് നോക്കാമല്ലോ ഗൈസ്. എന്താ ഓക്കെ. വാടാ എടാ, പോസായി നിക്കല്ലേടാ. ഫൗളേ. പെനാൾട്ടി. തമ്പി എന്താ കാണിക്കണ കീളയാണെങ്കിൽ? ഇവനെന്താ കാണിക്കണ? ഞാൻ എന്നെ തന്നെ പറഞ്ഞിട്ടോ ഗൈസ്. ഓടോ എഡ ബൊമ്മാലേ. ഓടോ, ഞാൻ ഷൂട്ട് അടിച്ച് പ്രാക്ടീസ് ചെയ്യണം ഗൈസ്. ഫ്രീ പോസ്റ്റ്. എടാ ഷൂട്ട് ഞാൻ ഞെക്കിയതാടാ. ആടാ അതെന്ത് പരിപാടിയാണത്? എടാ എന്ത് മണ്ടത്തരം ഞാനൊക്കെ കാണിക്കണ? എടാ ഇതെന്തൊക്കെയാടത്? അങ്ങോട്ട്. കിട്ടിയില്ലും കോളല്ലേ? നമ്മള് തോറ്റ്, അതത്ര ഉള്ളു. ഓ ഡമ്പല് അടിയടാ. ഓടാ അത് നൈസ്. ട്രൈ ആക്കാറ് നമുക്ക്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത സബ്സ്ക്രൈബേഴ്സിനൊപ്പം കളിച്ചിട്ടുണ്ട്. 5 മെസ്സേജസ് ഇല്ല. പിന്നെ അടുത്ത മാച്ച് ആരായിട്ടാണ് നമ്മളിപ്പോൾ കളിച്ചത്? ആരായിട്ടായിരുന്നടാ? മറന്നു. ഒരു ബാർസലോണക്കാരനല്ലേ, മറ്റേ ബംഗാളിക്കാരെന്നൊക്കെ പറഞ്ഞിട്ട്. ബാർസലോണ. മോനെ FC ഗെയിമർ. നിങ്ങൾക്കും ആകാം കൊടീശ്വരൻ. അയ്യോ ലിയോ ഇല്ല. ലിയോ ആയിട്ട് നമ്മളിപ്പോൾ കളിച്ചോളൂ. പേര് ഞാൻ മറന്നുപോയി ഗൈസ്. ഇപ്പോൾ ഇത് ലാസ്റ്റ് ആണ്. ഇനി ഇത് ലാസ്റ്റ് ഒന്നല്ല. ഗൈസ് ഒരുത്തനെയും കൂടി നമുക്ക് വിളിക്കാം ഗൈസ്. ലീഗ് മെമ്പേഴ്സിൽ ആരാടാ? 122 ഗൈസ്. ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനലാണ്. ആരാണ് ഭാഗ്യവാൻ നോക്കാം. നമ്മൾ ലിയോ ആയിട്ട് കളിച്ചതാണ്.
അപ്പോൾ ലിയോനെ നമുക്ക് മാറ്റാം. ലിയോനെ മാറ്റിയിട്ട് ഓടോ വേറെ FC ഗെയിമർ പ്രൈം ഗൈസ്. FC ഗെയിമർ പ്രൈം നമുക്ക് അടുത്തതിൽ കളിക്കാം. അടുത്ത വീഡിയോയിലല്ല, നമുക്ക് ഇതിൽ ഒരാൾ ഭാഗ്യവാനായിട്ടുള്ള ഒരാൾ വരും, അവരായിട്ട് നമ്മൾ കളിക്കുക. അത് ഇങ്ങോട്ട് FC ഗെയിമർ അല്ലെങ്കിൽ പ്രൈം അവരായിട്ടായിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പ്. ഓക്കെ, ഇതാരാടാ? ആരാടാ വരുമ്പോ FC ചാമ്പ്യന് എടാ എഡ്വഡാ നശിപ്പിച്ചു. ഒന്നാമതേ മാച്ച് കളിച്ച് നാണം കെട്ടിയിരിക്കുമ്പോഴാണ് നിന്റെ മുന്നോ. പിന്നെ അതിൻ്റെയും കൂടി കുറവേ ഉള്ളൂ ഗൈസ്. ഷോടാ കയ്യും കൊണ്ട് അറിയാണ്ടായതാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ചിലവർക്ക് എന്താണ് ഹെഡ്വഡും ചിലവർക്ക് എന്താണ് മാച്ച് എന്നൊക്കെ വിചാരിക്കും. സോറി ഗൈസ്, വെരി വെരി സോറി. അയ്യോ ഗൈസ്, ഞാൻ വിചാരിച്ച ഹെഡ്വഡാന്നടാ. എൻ്റെ മോനെ, അത് ഞാൻ ഒട്ടും വിചാരിച്ചില്ലട്ടാ. എൻ്റെ പൊന്നോ, ഞാൻ ഭയങ്കരമായിട്ട് ഇതായി. അല്ല നിങ്ങൾക്കിങ്ങനെ മാത്രം ഞാൻ ഇങ്ങനെ ഒറ്റപ്പെടുത്തലും വെറുതെ പോലെ കാണിക്കുമെന്ന് വിചാരിച്ചാടാ. സോറി ഗൈസ്. ഏടാ, എനിക്ക് എൻ്റെ വായിൽ ആ ഡയലോഗ് മാത്രമാടാ. ഞാൻ വിചാരിച്ച അങ്ങനെയായിരുന്നാടാ. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇമോഷണലൊക്കെ എടുത്തു. എന്താ ഉള്ളത് ഞാൻ കാണിച്ചത്? ഞാൻ ഹിറ്റ് വിട്ടാന്ന് വിചാരിച്ചടാ. എനിക്കറിയാമോ? ഓക്കെ, ഓടാ. അതെന്താടാ? ഓട്ടോ കറക്റ്റ് ക്രോസ് ബാറിൽ കൊണ്ടുപോയി. അത് സീനായിരുന്നു കേട്ടോ. കറക്റ്റ് കൊണ്ടേക്കണം. അത് കിട്ടില്ല അസിസ്റ്റ്. ഓക്കെ, ഞാൻ വിചാരിച്ചു 1 more മാച്ച് ഇല്ല. ഓക്കെ, ഇനി അലക്കുള്ള ഇത് കഴിഞ്ഞിരിക്കുകയാണ്. അതാരാടത്? എല്ലാവരുമായിട്ട് കളിക്കാറുണ്ട്. ഇനി തൊട്ടിപ്പോൾ ഇത് കുറേ പേരിട്ടാ. ഞാനിത് ചെയ്യാനാണ്. ഇനി ആരുടെ പ്രൈമും പിന്നെ ആരാണ്? FC ഗെയിമർ. ഇതിലാര് ഫസ്റ്റ് ആയിരിക്കും ഗൈസ്? ഞാൻ പറയണത് FC ഗെയിമർ ഫസ്റ്റ് കൊണ്ടുപോകണമാണ്. FC ഗെയിമർ ഫസ്റ്റ് വന്ന നിങ്ങൾ വീഡിയോയ്ക്ക് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. ഈ വീഡിയോയ്ക്ക് ലൈക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ചാലഞ്ചാണ് ഞാൻ പറഞ്ഞ FC ഗെയിമർ. ഓക്കെ, FC ഗെയിമർ വന്നാൽ മതി. ദൈവമേ. ഇനി ചിലവർ ഞാൻ ഇപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്ത് വെയിറ്റ് കഴിഞ്ഞാൽ പറയും വീഡിയോ കട്ട് ചെയ്തിട്ട് ഒരു പ്ലെയർ മാത്രം ഇൻവൈറ്റ് ചെയ്ത് കയറ്റി എന്നൊക്കെ പറഞ്ഞ് ഇതാവും. അതുകൊണ്ട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നില്ല. വെയിറ്റ് ചെയ്യാം. ഓക്കെ, ആരെങ്കിലും ഒന്ന് പെട്ടെന്നോ. ഇപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു, ആരെങ്കിലും പെട്ടെന്നോ. FC ഗെയിമർ ഇൻവൈറ്റ് ചെയ്തു. പ്രൈം എവിടെയാണ്? പ്രൈം പോയാ? അയ്യോ, പ്രൈം പോയെങ്കിൽ നമുക്ക് FC ഗെയിമറിനെയും ഓക്കെ ഗൈസ്, ഞാൻ ഇതിൽ നിന്ന് പോയി ഔട്ടാവട്ടെ. എന്നിട്ട് ഒന്നും കൂടി ചെയ്തിട്ട് നമുക്ക് വേറെ രണ്ടുപേരെ ആക്കാം. ഓക്കെ, FC ഗെയിമറെ നമുക്ക് വേറൊരു ആറിനെ ചൂസ് ചെയ്യാം. കണ്ണടക്കട്ടെ ഞാൻ. ലിയോന് ഇൻവൈറ്റ് ചെയ്യാം.
അപ്പം ഇതില്ല, ഞാൻ FC ഗെയിമറിനെയാണ് പറഞ്ഞേക്കണം കേട്ടാ. അപ്പോൾ FC ഗെയിമർ ഒന്നറിയാലോ, ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യും, വീഡിയോയ്ക്ക് ലൈക്കും ചാനൽ സബ്സ്ക്രൈബും. ഓക്കേ, ഓ വന്നിട്ടില്ലല്ലോടാ FC ഗെയിമറും ലിയോ. വന്നില്ലല്ല. എൻ്റെ പൊന്നു വയസ്സ് വന്നൊന്നുമില്ല. നമുക്ക് വേറെ ആരെങ്കിലുമൊക്കെ ഇൻവൈറ്റ് ചെയ്താലോ. ലീഗ് മെമ്പേഴ്സ് ആരാടാ? ഒരാളെ കൂടി ഇൻവൈറ്റ് ചെയ്യാം. ആരെങ്കിലും വാ, ലാസ്റ്റാണ്. ലീഗ് മെമ്പേഴ്സ് ഇൻവൈറ്റ് അല്ലല്ലോടാ. ആരെങ്കിലും വാ. FC ഗെയിമർ വരൂ. വരാൻ ചാടിച്ചില്ല, ഇത്ര നേരം. അല്ലെങ്കിൽ ചിലവരാണെങ്കിൽ ചാടി വരണ്ട്. മെസ്സേജ് കുറവുണ്ടല്ലോ ആടാ. ഒന്നും വായിച്ചു നോക്കാനായിട്ട് എന്താ ഉള്ളത്? ഇവനായിട്ട് ഞാൻ ഇൻവൈറ്റ്. ഇവന്മാരൊക്കെ ഇട്ടില്ലേ കളിച്ചത്. ഓക്കെ, നമുക്ക് ഒരാളായിട്ട് കളിക്കാം. ഹെറ്റുവെട്ടാണെങ്കിൽ ഞാനില്ല. എൻ്റെ പൊന്നു കൈസ്, കുറേ നേരം കൊടുക്കും തോറ്റ് പണ്ടാരം തുടങ്ങിപ്പോവും. ഞാൻ ഇല്ല കൈസ് ഹെറ്റുവെട്ടിന്. പെനാൾട്ടി എക്സ്ട്രാ ടൈം. എന്താടാ ക്ലാസിക് ടീമാ? എന്താ സെലക്ട് ടീം? ഓ വാമോസ് ബ്രസീൽ. ബാടാ തമ്പി. OVR കാണൂ ഗൈസ്, അറിയില്ല കേട്ടോ. എടാ പ്ലെയർ എന്തോ യുവർ ഗവൺമെൻറ് സെലക്ട് ടീം സെലക്ട് ചെയ്യണടാ. ചെക്കന് മനസ്സിലായി. പോർച്ചുഗൽ വേഴ്സസ് ബ്രസീൽ മാച്ച് സുഹൃത്തുക്കളെ. പോർച്ചുഗൽ. എടാ ബ്രസീല് റാഫീനൊക്കെ അത് കിട്ടിയില്ല. അത് കൊള്ളാലാടാ പരിപാടി. ഇത് കൊള്ളാലാടി സെറ്റപ്പ്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ എനിക്കറിയാമോ? എനിക്കൊരു കുന്തോ അറിയാണ്ട് വെറുതെ FC പോയിട്ട്. നെയ്മർ വേണം. എടാ ഇതെന്താടാ എപ്പോഴും ബ്രസീലത് നെയ്മർ വെക്കൂലടാ. 118 OVR. എൻ്റെ OVR ഞാൻ ശ്രദ്ധിച്ചില്ല. പെലേക്ക് ഉണ്ടോ? എടാ എന്ത് കഷ്ടോടാ. എൻട്രിക്ക് ഓക്കെ. എടാ ക്രിസ്ത്യാനോ. ഓ എടാ എല്ലാവരും കൂടി എന്നെ വളഞ്ഞടാ. ഓ ഫ്രീ കിക്ക്. അയ്യേ പെൻസില്.
ജൂനിയർ വിനി ജൂനിയർ. എന്താടാ ബ്രസീലിലെ താരം നെയ്മർ. എടാ എന്നിട്ട് നെയ്മർ എന്താടാ വെക്കാത്ത? നെയ്മർ ഇനി കളിക്കുമോ കൈസ്? ഇല്ലെന്ന് തോന്നണല്ലേ. റൊണാൾഡോ കളിക്കുമോ? അതോ അറിയില്ല. കളിക്കുമെന്നൊക്കെ ഏടോ ഏടാ. ഓക്കെ എൻട്രിക്ക് പാസ് ടു വിനി. എൻട്രിക്കടാ എൻട്രിക്ക്. എടാ എൻട്രിക്കേ. ആ ആ ആ ആ എടാ ബൊമ്മലെ എടാ ബൊമ്മലെ എടാ മാറടാ എടാ മാറടാ എടാ ക്രിസ്ത്യാനോ. തമ്പി 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 തീ. എടാ അവൻ വീഴട്ടെ. അവന് വീഴ്ചയാണ് ഒരു കുറവുണ്ട്. എടാ റൊണാൾഡോ എത്തിനാടാ. റൊണാൾഡോ 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 എന്താടാ? ആ ഫ്രണ്ട്ലി 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 മാച്ച്. സോറി സോറി. ചക്കനൊരു പെനാൾട്ടി തോറ്റപ്പോ പിള്ളേരെ ഇറക്കട്ടെ. ഇത് ഏത് പിള്ളേരാടാ? ഏതൊക്കെയോ പിള്ളേരാണ് ഗൈസ്. ഞാൻ എന്തൊക്കെയോ കാണിച്ച്. ഓക്കെ ഗൈസ് ഫ്രണ്ട്ലി ഫ്രണ്ട്ലി. ഗൈസ് നമുക്ക് എങ്ങനെയെങ്കിലും കമ്പാക്ക് അടിക്കണം. അല്ലെങ്കിൽ തോറ്റ് നാണം കെട്ട് പോടാ. നാണം കെട്ട അറിയാല്ല. എടാ വേഗം കേറടാ പൊട്ടന്മാര്. അയ്യോ റൊണാൾഡോ 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 മാർട്ടീനസ്. അയ്യോ മാർട്ടീനസ് അവിടെ കിടക്ക്. അവിടെ ഓ ഓ ഓ ഓ അത്രയുള്ളത്. എന്റെ മോനെ കിട്ടിലോ ഗോളി. ഞാൻ പേടിച്ചു. എൻട്രിക്ക് പൊളിച്ച്. സബ് പിള്ളേരിറങ്ങി. വേറെ ഏതോ പിള്ളേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഫ്രണ്ട്ലി മാച്ചൊക്കെ തന്നെ. പക്ഷെ എനിക്ക് ജയിക്കണോടാ. കുറേ നാളായി കളി തോറ്റു തോറ്റൊരു വഴിയായി. വിനി 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 ഓട്ടോ ഓട്ടോ പൊമ്മാല്. റൊണാൾഡോ വിനി 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 സ്റ്റിൽ വിനി സ്റ്റിൽ വിനി ഓട്ടോ. അതെന്ത് ഫൗളാടാ. വിനീനെ പുല്ല് തീച്ചിച്ചല്ല. ഇവിടെ ആരാടാ ഇവിടെ ആരാടാ ഇവിടെ ആരാടാ. ഇവനോട് 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 ഈ എടാ ഈ വേട്ടാവളി എന്നോട്. വിസലിപ്പോഴാണ് അടിച്ച. എടാ എന്തൊക്കെയാടത്? ഞാനെന്തോ എക്സ്ട്രാ ടൈം. അവനെന്താടാ കാണിച്ച? എന്താടാ കാണിച്ച? എന്താടാ കാണിച്ച? എന്താടാ കാണിച്ച? അവനെന്താടാ കാണിച്ച? എടാ കൊളോക്കല്ലേ കൊളോക്കല്ലേ. +2 മിനിറ്റ് ഉള്ളൂ. അതെന്തോടത്? ഇത് എക്സ്ട്രാ ടൈം കിട്ടൂലെന്ന് തോന്നണ്. എക്സ്ട്രാ ടൈം ഉണ്ടെങ്കിൽ പിന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നടാ. അപ്പോൾ ഇതിങ്ങനെ കളിക്കണമെങ്കിൽ എക്സ്ട്രാ ടൈം കിട്ടൂലെന്ന് തോന്നണ്. അല്ലെങ്കിൽ പെനാൾട്ടിയിലേക്ക് പോയി അറിയാല. പണിപ്പാലും മുള്ളത്തി കിട്ടും കിട്ടും. 1-1 കളി. ഓക്കെ ഓക്കെ വിനി 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 സ്റ്റിൽ വിനി വിനി ജൂനിയർ
എടാ എന്താടാ കാണിക്കണ എൻട്രിക്ക് എടാ എൻട്രിക്ക് എടാ എൻട്രിക്ക് എന്താ കാണിക്കണ എനിക്ക് പെട്ടെന്നാടാ ഇത് കഴിഞ്ഞ് പെനാൾട്ടിയിലേക്ക് കൂടോ ഇത് കഴിഞ്ഞ പെനാൾട്ടിയിലേക്കാണ് പണി പാലും വെള്ളത്തിൽ ഇട്ടോടാ ബോൾ എടുക്കാൻ നോക്കാം ബോൾ എടുക്ക് ഓ കിട്ടി 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 എൻട്രിക്ക് 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 പാസ് വിനി 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 സ്റ്റിൽ വിനി 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 ഓടോ ഓ വിനി 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 എടാ എന്തോ കാണിക്കണവന്മാര് എടാ ബ്രസീൽ എടാ പെനാൾട്ടി ഷൂട്ടൗട്ട് ആണ് ചാൻസ് അതാ സേവ് ചെയ്യണം ഗൈസ് അതാണ് ടാസ്ക് കിട്ടില്ല മാച്ച് ഓക്കെ കുഴപ്പമില്ല ഓക്കെ ഓടാ റൊണാൾഡോ അതെന്തു പറ്റി എടാ എന്താണ് റൊണാൾഡോ പെനാൾട്ടി അടിക്കുമ്പോ പോണത് പണി അവിടം വെച്ചിന്ന് പാളി കിട്ടിയട്ടാ അവിടം വെച്ചൊരു വാളര് വന്ന് പണി പാളിപ്പോയി ജയിച്ചോനെ ചിക്കിടി 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 ആടെ ഫ്രണ്ട്ലിയാണ് ഫ്രണ്ട്ലി മാച്ച് ഓക്കെ ജിഗിടി 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 എക്കിക്കി ചക്കര ജിഗിടി ജിഗിടി ഫൈനലി സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ആദ്യമായിട്ടോ ഞാൻ ഇതുവരെയായിട്ടുണ്ട് EFC തുടങ്ങിയിട്ട് സ്കൂളിലെ ഫ്രണ്ട്സായിട്ട് ഇതുവരെയായിട്ടും ഞാൻ EFC കളിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഫ്രണ്ടൊന്നും ആക്കിയിട്ടില്ല ആകെ രണ്ടോ ഒന്നാട്ടേ ഉണ്ട് ഒരാളെന്തോട്ടുണ്ട് അവനിപ്പോൾ ഞാൻ അൺഫ്രണ്ട് ആക്കാൻ പോണെയാണ് അപ്പോൾ എന്നാലും അത് കിടക്കട്ടെ അതൊരു ഒരു ഒരു ശത്രുവാണ് അവരിങ്ങോട്ടാണ് ശത്രുവായി വന്നത് കേട്ടോ വേറെ ആരും മിണ്ടുന്നില്ല ഞങ്ങൾ ക്ലാസ്സിലോട്ടോ പ്രത്യേകിച്ച് ആരും ഇല്ല കൂട്ടുകാരന്മാരായിട്ട് ആകെ ഒരാളേ ഉള്ളൂ രണ്ടാൾക്കാർ അപ്പോൾ ഗൈസ് ഇന്നത്തെ ഇത്രയോളം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ടൊക്കെ ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ.